ഇന്നിപ്പോൾ ഒരുപാട് പേപ്പർ ശരിയാക്കേണ്ട പഞ്ചായത്തിന് ഒരുപാട് പണിയുണ്ടല്ലോ. എന്താ പച്ച നടന്ന് നടന്ന് കുടുങ്ങി എത്ര വില്ലേജിലും പഞ്ചായത്തിലും കയറി ഇറങ്ങി. ബഷീറ ഞാൻ അന്നെ തെരഞ്ഞ് വീട്ടിൽ വരേ. എന്താ കാര്യം? ഇതെന്താ എന്റെ പേരന്റെ കാര്യം ശരിയാക്കി തരാത്തെ? അപ്പൊ ഇങ്ങക്ക് നിങ്ങളെ പേരന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങക്ക് 3 ആമക്കളില്ലേ? ഒരാൾ ഡോക്ടർ, 2 വലിയ ബിസിനസ്മാൻമാര്. ഇതൊക്കെ പോരെ? നിങ്ങളിപ്പോ ഇങ്ങനെ പിന്നെ കയറി ഇറങ്ങണം ഈ വയസ്സാങ്കാലത്ത് പഞ്ചായത്തില്? ഞാനേ നിങ്ങളെ കാര്യം ഒക്കെ കൂടി ഇതാ പേപ്പറൊക്കെ ഇതാ കയ്യിൽ. എനിക്കിപ്പോൾ ഒരു കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് പഞ്ചായത്ത് പോകണം. നിങ്ങളെ കാര്യം പരിഗണനയിലുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. അതിന് വന്നാലോ എനിക്ക് ഓൾക്കിന്റെ മുതല് മതി. എന്റെ മുതലിന് വേണ്ടി ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുക, അത് ഞാൻ എഴുതി കൊടുക്കൂല. എന്റെ മരണശേഷം ഞാൻ ഓൾക്ക് എഴുതി കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ കിടന്നത്. ഞാൻ എനിക്കറിയോ എന്താ ഇപ്പൊ ചെയ്യാ? ഈ മക്കൾ തിരിഞ്ഞു നോക്കാന്ന എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും തന്നെ അവസ്ഥ. നിങ്ങൾ ഒന്നുകൊണ്ട് സബൂറ വേണ്ട, ഒക്കെ നമ്മളെ ഇത് പരിഗണനയിലുണ്ട്. ഓക്കെ ബഷീർ, ശരിയാക്കി തരാം. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ. എന്താ ഇപ്പൊ കണ്ടമാനം പേപ്പർ ശരിയാക്കാണ്ടല്ലോ. ആ മൊയ്തുവാക്കാൻ്റെതൊന്ന്, പിന്നിപ്പോൾ എന്താണ് സെയ്തൽ പേജിലൊരു പേപ്പർ, പാത്തുമ്മൂൻ്റെ ഒരു പേപ്പർ. ഏതായാലും ഇപ്പോൾ മറ്റേ അതൊക്കെ ഒന്ന് ശരിയാക്കി. അന്നെ അങ്ങാടി അന്വേഷിച്ചു, അങ്ങാടി മൊത്തം അന്വേഷിച്ചപ്പോ ഓല് പറഞ്ഞ് ഓ വീട്ടിലുണ്ട്. ഞാനിപ്പോ അങ്ങാടിയിലൊക്കെ പോയി ഇപ്പൊ വീട്ടിൽ തന്നാ 100,000 പ്രശ്നങ്ങളല്ലേ. മെമ്പർ ആയാൽ മതിയാ, ഓരോ സംഗതികൾ ഇതാക്കണ്ടേ. ഏതും കയറിയിരിക്കങ്ങള് അല്ല ഞാൻ അന്നോട് എന്റെ ഒരു വീടിന്റെ കാര്യം പറഞ്ഞ് കൊറേ കാലല്ലേ നടക്കുന്നത്. എന്താ ഇപ്പൊ എന്നെ തീരുമാനമായിട്ടില്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങള് ഈ ഇന്നെ കൊറേ ആയി തെരഞ്ഞെടുക്കണേന്ന് ഇറങ്ങി നിങ്ങളെ വീടിന്റെ കാര്യം. ഞാൻ ഇപ്പൊ ഞാൻ നിങ്ങളെ മോൻ പറഞ്ഞ എന്താന്ന് എന്നോട്, എന്തിനാ ഇപ്പൊ ബാപ്പാന്റെ കാര്യത്തിൽ ഇടപെടണേ? ബാപ്പാന്റെ കാര്യത്തിൽ ഇടപെടണ്ട, കാരണം മുതല് പോത്തിട്ട് പെര നന്നാക്കിയാൽ മതി എന്നാണ് മോൻ പറഞ്ഞത്. എന്റെ നേരക്ക് ചൂടാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അതന്നെ പറഞ്ഞു, ഓർക്കിന്റെ മുതല് മതി, അത് ഞാൻ എഴുതി കൊടുക്കൂല. എന്റെ കാലശേഷം മാത്രം ഞാൻ എഴുതി കൊടുക്കുള്ളൂ. ഓലിപ്പോ അതിന് നിൽക്കണേ. ഇപ്പൊ ഞാൻ നോക്കിയാക്കി എന്റെ മോടൊക്കെ പാടെ തലേക്കൂടെ മുഖാനായി. ഞാൻ ഇപ്പൊ ഒറ്റക്കടപ്പാടെ താമസം. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊണ്ടാ ചെയ്യും. എന്താ ഇപ്പൊ ഞാൻ ചെയ്യാ? എന്തായാലും ഞാൻ അതിന്റെ പേപ്പർ ഇതാ, ഇതിപ്പോ പഞ്ചായത്തിൽ പോയി വരികയാണ്. ഇപ്പൊ ഞാൻ ഒക്കെ പോയി നിങ്ങൾ പറഞ്ഞാൽ അവിടെ കണ്ട് അന്വേഷിച്ച് കിട്ടിയില്ലാന്ന്. പഞ്ചായത്തിലൊക്കെ പോയി ഇതൊക്കെ കഴിഞ്ഞ് വരികയാണ് ഇപ്പൊ ഞാൻ. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ പരിഗണനയിലാണ്. ഞാൻ നോക്കട്ടെ, ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കട്ടെ. ഓക്കെ, ശരിയാക്കി കൊണ്ടോ. ഞാൻ ആകെ ഇടങ്ങേറാ. ഓക്കെ ശരിയാക്കാം, നോക്കട്ടെ. നിങ്ങളിപ്പോ പെര ഉണ്ടാക്കുക? വരണ്ടാക്കാൻ പോവാ. മുതല് ഒരു ദിവസത്തിൽ ഒന്ന് പെര ഉണ്ടാക്കല്. അല്ല മെമ്പറ്, നിങ്ങൾ ഉപ്പാന്റെ പെര ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുക? നിങ്ങളാരാ? മൊയ്താക്കാന്റെ മോനാ? അപ്പൊ നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? ബാപ്പ ഒറ്റക്കാണ് ആ പെരി കിടന്നുറങ്ങേണ്ടത്. അയാൾ ആ വീട് നന്നാക്കാൻ വേണ്ടി ഞാൻ ഈ വാർഡിലെ ഒരു മെമ്പറാണ്. അപ്പൊ ഇന്നെ സമീപിക്കുമ്പോ എനിക്കിതിൽ ഇടപെടണ്ടേ? നിങ്ങൾ മക്കളുണ്ടായിട്ട് നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? നിങ്ങൾ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ അവിടെയും ഇവിടെ കയറി ഇറങ്ങി നടക്കുവോ? താടി കേട് വരും. ഞാനിതിൽ ഇടപെടും. താടി കേട് വരും. ഞാൻ നോക്കിക്കൊണ്ട്